ഹലോ. ഞാൻ ആക്ച്വലി ടൈം കിഡ്സിനെ കുറിച്ച് അറിയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരും പറഞ്ഞറിഞ്ഞൊന്നുമല്ല. നമുക്ക് ടൈം കിഡ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയണതൊരു ബ്രാൻഡാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ടൈം കിഡ്സ് മഞ്ഞുമൽ ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സുനിത മാമിനെ കോണ്ടാക്ട് ചെയ്യണത്. കോണ്ടാക്ട് ചെയ്ത് വളരെ നേരത്തെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് കുറേ ആലോചിച്ചും എല്ലാം കഴിഞ്ഞിട്ടാണ് ശാന്തനുവിനെ ആക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഓൾറെഡി ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിക്കുകയല്ല, ഡേ കെയർ അങ്ങനൊരു ഇതിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ എന്താ പറയുക, കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സുനിത മാം, അപ്പോൾ എനിക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, പുതിയ അഡ്മിഷൻ വരുന്നുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നി ആൾ എന്താ പറയുക, നമ്മളോട് കുറച്ചും കൂടി നല്ല ഇതാണ് എന്ന് തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാര്യം ഒരു ഇവനെ 2 ഇയേഴ്സിൽ നമ്മൾ സ്കൂളിലാക്കിയ സമയത്ത് ആൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിരുന്നു. പിന്നെ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഒരു 2 വയസ്സായ ആളാണ്. എന്നാലും എന്താ, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. ലൈക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനൊരു ഫംഗ്ഷന് പോവില്ല, ഞാൻ പുറത്ത് ഒന്ന് ഔട്ടിങ്ങിന് പോവില്ല, എവിടെയും ഞാൻ പോവാറില്ല. ഒരു കടയിൽ പോലും ഞാൻ പോവില്ല. കാര്യം എനിക്ക് പേടിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ അച്ഛൻ, അമ്മ, സിസ്റ്റർ, എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു ഷാനുവിനെ കൊണ്ടുപോകാൻ. കാര്യം അത്രയും ഹൈപ്പർ ആക്റ്റീവായിരുന്നു. ഹൈപ്പർ ആക്റ്റീവ് ഇൻ ദ സെൻസ്, കരയും ഭയങ്കരമായിട്ട്, വാശിയെടുക്കും. അവൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുത്തില്ലേ ഭയങ്കരമായിട്ട് വാശിയെടുക്കും. നമുക്ക് തന്നെ ഭയങ്കര ഡെസ്പായി പോകും. ഞാൻ കുറേ ഡിപ്രഷനിലേക്കൊക്കെ പോയ ടൈമുണ്ട്, കരച്ചിലും അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു 3.25 വയസ്സിലാണ് ഞാൻ ശാന്തനുവിനെ ടൈം കിഡ്സിൽ അഡ്മിഷൻ എടുക്കുന്നത്. അഡ്മിഷൻ എടുത്തൊരു 3 മന്ത് കഴിഞ്ഞ് പിന്നെ ആ ശാന്തനു സംസാരിക്കാൻ കുറച്ച് ബാക്കൗട്ടാണ്. അപ്പോൾ ആകെ കാറെന്ന് മാത്രമാണ് ശാന്തനു പറഞ്ഞ് അവിടെ കയറിയ സമയത്ത്. അമ്മ എന്ന് പോലും അവൻ വിളിക്കില്ലായിരുന്നു, കാറെന്ന് മാത്രമേ പറയുള്ളായിരുന്നു. ആ ആള് ഒരു 3 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലോണം സംസാരിക്കാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ, എന്താ പറയുക, ഒരുപാട് ചേഞ്ചസ് വന്നു. നമുക്ക് അവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാലും മാനേജബിളായി തുടങ്ങി. പിന്നെ ഇപ്പം മാനേജബിൾ, ചിലപ്പോൾ അവൻ്റെ പ്രായം മാറുന്ന അനുസരിച്ചുള്ള മാറ്റങ്ങളായിരിക്കാം. പക്ഷേ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പോസിറ്റിവിറ്റി തോന്നിയത്. കാര്യം പഴയ സ്കൂളിലാണെങ്കിലും ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്താലും ഒരു 2 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കുട്ടി ചെയ്യുകയാണെന്നുള്ളൊരു കൺസിഡറേഷനൊന്നും ആ ഒരു സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അപ്പോൾ ആ സമയത്ത് അവർ എന്നെ കോൾ ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര പേടി, വല്ലാത്തൊരു പേടിക്കാർ. ആസ് എ മദർ, നമ്മുടെ മക്കളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഒരു 2 വയസ്സായ കൊച്ച് സ്പിറ്റ് ചെയ്തു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നതേ, എൻ്റെ മോൻ മാത്രമാണോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടുണ്ട്. എനിക്ക് സങ്കടം വന്ന കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ സുനിത മാം എന്നെ വിളിക്കുമ്പോഴാണെങ്കിലും, എന്നെ അങ്ങനെ വിളിക്കാറേ ഇല്ല ആക്ച്വലി. ഞാനിവിടെ ആക്കിയ പിന്നെ ആരും എന്നെ അങ്ങനെ വിളിക്കൂ, അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഷാനു എന്തെങ്കിലും ഒരു കുത്തക്കേട് കാണിച്ചാലും അവർ ആ ഒരു സെൻസിൽ കുട്ടികളല്ലേ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ പറയണത്. അപ്പം തന്നെ നമുക്കൊരു എന്താ പറയുക, പോസിറ്റിവിറ്റിയാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും, ശോഭ ആൻറ്റി, പിന്നെ ശോഭ ആൻറ്റിയാണ് കൂടുതലും സംസാരിക്കാറ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ. ശോഭ ആൻറ്റിന്ന് ശാന്തനു വിളിക്കണോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ സുനിത മാം ആണെങ്കിലും എന്തും നമുക്ക് പറയാം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഗുഡ് ഹ്യൂമൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്കിപ്പോൾ ഓണം സെലിബ്രേഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മിക്ക സ്കൂളുകളിലും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ആണ് അവർ നമുക്ക് കുട്ടികൾക്ക് സദ്യ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണത്. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി ഭക്ഷണം ഒരു നേരം കൊടുക്കാനായിട്ട് ക്യാഷ് പോലും മേടിക്കാതെയാണ് അങ്ങനെ ചെയ്തത്. അതൊക്കെ വളരെ എന്താ പറയാ, നമ്മൾ ഒരു മോണിറ്ററി ബെനിഫിറ്റ് അല്ലാതെ
ഒരാൾ കുട്ടികളെ അവരുടെ സ്വന്തം കുട്ടികളെ പോലെ അവർക്കൊരു നേരം ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയണത് തന്നെ വളരെ വലിയ കാര്യമാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ വിചാരിക്കാറുണ്ട്. ഇത് സുനിത മാം കുറച്ചും കൂടി ഒരു വലിയ സ്കൂൾ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കാറുണ്ട്. കാര്യം അത്രയ്ക്ക് നമുക്ക് പാരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാം ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇവനെ ചേർത്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി, ഒരു 10 months കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തോന്നണം, 1 year ആയിട്ടില്ല. എന്താ പറയുക, അവിടെ നിന്ന് ഒരു കോള് വന്നാലും എനിക്ക് ടെൻഷനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയാനായിരിക്കും എന്നുള്ളൊരു ധാരണയല്ല. അത് ശാന്തനു കുരുത്തക്കേട് കാണിച്ചു അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോഴും ഷാനു എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കുമ്പോഴും ഷാനു അനങ്ങാതിരിക്കുമ്പോഴും ഞാൻ സുനിത മാമിനോട് പറയും ഷാനു മാത്രം ഒന്നും ചെയ്യണമെന്ന് പറയുമ്പോഴും മാം എന്നോട് പറയും അവൻ കുട്ടിയല്ലേ. അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ ടൈം കിഡ്സിൽ ചേർത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ലൈഫ് സേവർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ടൈം കിഡ്സ് അല്ലെങ്കിൽ സുനിത മാമിനെ കുറിച്ച് പറയാനുള്ളത്, എസ്പെഷ്യലി സുനിത മാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവനെ അവിടെ ചേർത്തത് കൊണ്ട് തന്നെ. ഒരുപാട് ചേഞ്ചസ് അവനിൽ വന്നിട്ടുണ്ട്. അവൻ്റെ ആ ഹൈപ്പർ ആക്റ്റീവ്നെസ്സും കാര്യങ്ങളും എല്ലാം കുറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുരുത്തക്കേട് ചെയ്യില്ല എന്നല്ല, പക്ഷേ ഷാനു ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ സോറി പറയാനായിട്ടും പിന്നെ എന്താ പറയുക, അത് പിന്നെ ചെയ്യാതിരിക്കാനായിട്ടൊക്കെ ആൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എൻറ്റയർ ടീം, ടൈം കിഡ്സിലെ എൻറ്റയർ ടീമിനൊരു താങ്ക്സ് ഉണ്ട്.